ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് മറന്നുപോയി, അതുപോലെ തന്നെ ഫോൺ നമ്പറിലേക്ക് ആക്സസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡ് വരുന്നില്ല. അപ്പോൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോഴൊക്കെ വെരിഫിക്കേഷൻ കോഡ് വരുന്നില്ല എന്ന് ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങൾ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ ഓൾഡ് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും നമുക്ക് റീആക്ടിവിറ്റി അല്ലെങ്കിൽ വീണ്ടും അത് ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് നമുക്ക് അറിയില്ല. സോ നമുക്ക് എങ്ങനെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാമെന്ന് അറിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ തന്നെയായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കാണുന്നത്. സോ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് കാണുക അല്ലേ, അതായത് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കാണുക. യൂസർ നെയിം, ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഫോൺ നമ്പർ, അതിന് താഴെ നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യാം, അതിനുശേഷം ലോഗിൻ ചെയ്യാം. സോ നമുക്ക് പാസ്വേഡ് അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണുന്ന ഈ ഫോർഗോട്ടൺ പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഓപ്ഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂസർ നെയിം ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ അറിയുന്ന അത് ടൈപ്പ് ചെയ്യുക. യൂസർ നെയിം ടൈപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ അഡ്രസ്സ് ചിലപ്പോൾ ഏതാ കൊടുത്തതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഫോൺ നമ്പർ ഏതാ കൊടുത്തതെന്ന് അറിയില്ല. സോ നിങ്ങൾ ജസ്റ്റ് യൂസർ നെയിം ടൈപ്പ് ചെയ്യുക. യൂസർ നെയിം കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ചിലപ്പോൾ നമുക്ക് അഡീഷണൽ നമ്മൾ ക്യാരക്ടേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ യൂസർ നെയിം, പാസ്വേഡ്, യൂസർ നെയിം അല്ലെങ്കിൽ നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ കണ്ടിന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എൻ്റർ കോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഇമെയിൽ അഡ്രസ്സാണ് കൊടുത്തതെങ്കിൽ ഇമെയിൽ അഡ്രസ്സിലേക്കായിരിക്കും നമുക്കൊരു കോഡ് വരിക, അല്ലെങ്കിൽ ഫോൺ നമ്പർ ആണെങ്കിൽ ഫോൺ നമ്പറിലേക്ക് കോഡ് വരും. സോ അതുപോലെ തന്നെ ഇപ്പോൾ വാട്സപ്പിലും കോഡ് വരുന്നുണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് കൺഫേം ചെയ്യുക. ഏത് ഇമെയിൽ അഡ്രസ്സിലേക്കാണ് കോഡ് വരുന്നത് നോക്കുക. നിങ്ങൾക്ക് അഥവാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആ കോഡ് വരുന്നില്ല, ഇമെയിൽ അഡ്രസ്സിലേക്ക് കോഡ് വരുന്നില്ല, അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് കോഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൺഫേം അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, മേലെ തന്നെ ഉണ്ടാവും. അതായത് ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അഥവാ നിങ്ങൾക്കിപ്പം മെയിൽ അഡ്രസ്സ് അറിയില്ല, അല്ലെങ്കിൽ ഫോൺ നമ്പർ അറിയില്ലെങ്കിൽ കൺഫേം അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ ഇമെയിൽ അഡ്രസ്സ് ആണെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഫോൺ നമ്പർ ആണെങ്കിൽ ഫോൺ നമ്പർ കാണാൻ സാധിക്കും. ജസ്റ്റ് അത് നേരെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത ശേഷം താഴെ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 6 ഡിജിറ്റ് കോഡ് ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ടോ. 6 ഡിജിറ്റ് കോഡ് നിങ്ങളുടെ മെയിലിലേക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് വരും. ആ ഒരു കോഡ് ജസ്റ്റ് ഇതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അതിനുശേഷം താഴെ കൺഫേം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു കൺഫേം എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് നമുക്ക് കൺഫേം ചെയ്ത് അടുത്ത ഓപ്ഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ കൺഫേം പാസ്വേഡും കൊടുത്ത ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ മെയിൽ അഡ്രസ്സാണോ ഫോൺ നമ്പറാണോ കൊടുത്തത് കറക്റ്റായിട്ട് കൺഫേം ചെയ്യുക. സോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.